ബാബു ചേട്ടൻ ചെയ്യുന്ന ആ ഒരു മാജിക് എന്താണ്? മാജിക് ഒന്നുമില്ല. എന്താ വെച്ചാല് എന്റെ ഒരു ഫോർമാറ്റ് ഇതാണ് ആ പ്രോഗ്രാമിന്റെ ഒരു ഓപ്പണിംഗ് സെഗ്മെന്റ്. അതിങ്ങനെ ഒരു സസ്പെൻസിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു അവസാനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് വല്ലാത്തൊരു കഥയാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. ആ ഒരു മുണ്ടാഷ് അടിക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ വീണ്ടും തുടങ്ങുന്നു. അന്ന് അത് സെഗ്മെന്റ് ആയിട്ട് ഓരോ പാർഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന അതിന്റെ ഓരോ ഫേസിലൂടെ കൊണ്ടുപോയിട്ട് ഒരു ക്ലൈമാക്സിൽ പോയിട്ട് അവസാനിപ്പിക്കുന്നു. ഇതിനിടയിലൂടെ നമ്മളൊരു അവരെ കൂടെ കൊണ്ടുപോവാണ്. പലപ്പോഴും ഇതൊരു ഓഡിബിൾ എക്സ്പീരിയൻസ് കൂടെ ആയിട്ട് മാറുന്നുണ്ട്. റേഡിയോയുടെ ഒരു സ്വഭാവം ആൾക്കാര് കാണണമെന്നില്ല, കേട്ടാലും മതി. കണ്ണ് കാണാത്തവർ കൂടി അത് കാണാം. അങ്ങനെ കണ്ണ് കാണാത്തവർക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് കാണാം. കാരണം വെച്ചാൽ മറ്റുള്ളവർ ഞാനിത് കാണുന്നതുകൊണ്ട് അതിൽ ലിമിറ്റഡ് ആണ്. കണ്ണ് കാണാത്തവർ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് ആലോചിക്കാൻ പറ്റുന്നു. ഞാൻ മുമ്പ് ഒരിക്കലും എപ്പിസോഡ് ചെയ്തപ്പോൾ ഒരു അന്വേഷിപ്പ് കണ്ണില്ലാത്ത ക്രൂരതയാണ് അവർ കാണിച്ചത് പറഞ്ഞത്. ഒരു വിഷ്വലി ചലഞ്ചർ ആയിട്ടുള്ള ഒരാളെന്ന് കണ്ണില്ലെങ്കിൽ എന്താ ക്രൂരത. അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം എന്തായാലും ഇതിൽ വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചുപേരെ അതിനായിട്ട് തന്നെ ഞാൻ ബന്ധപ്പെട്ടു. അങ്ങനെ ഒരുവിധം ഇപ്പൊ ഞാൻ മൈക്കൽ ജാക്സൺ പറ്റി എപ്പിസോഡ് ചെയ്തു. എനിക്ക് മൈക്കൽ ജാക്സൺ നാട്ടുമരുന്നാണോ അങ്ങാടി മരുന്നാണോ അറിയാത്തൊരു മനുഷ്യനായിരുന്നു ആ സമയത്ത്. ഓരോ എപ്പിസോഡ് ചെയ്യുന്നതിന് മുമ്പും എന്റെ അവസ്ഥ എന്ന് പറയുന്നത് വിഷയം സീറോ എന്ന് തുടങ്ങുന്നത്. അപ്പൊ എന്റെ ക്യൂരിയോസിറ്റീസ് ആണ് എല്ലാം. മൈക്കൽ ജാക്സൺ എന്താ, മൈക്കൽ ജാക്സൺ എന്തെത്തുമോ. എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള മൈക്കൽ ജാക്സൺ. കാരണം എപ്പിസോഡ് കഴിഞ്ഞപ്പോ എനിക്ക് നല്ല